ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 11, ശ്ലോക 8. ഹിരണ്യപൂർവക കശിപുഃ കില ഏകഃ പരക ഹിരണ്യാക്ഷക ഇതി പ്രതീതഃ ഉഭൗ ഭവന്നാദമശേഷലോകം ഋഷാന്യരുന്ധാം നിജവാസസാന്ധൗ. ഹിരണ്യപൂർവ, ഹിരണ്യൻ ആദ്യം വരുന്ന, കശിപു കശുപന്റെ പുത്രൻ, ഏകക ഒരുവൻ, പരക മറ്റൊരുവൻ, ഹിരണ്യാക്ഷ എന്ന പേരുള്ള, ഇതി ഇങ്ങനെ, പ്രതീതക നാമധേയം, ഉഭൗ രണ്ടുപേരും, ഭവൻ ഭഗവാൻ, നാഥം നാഥനായ, അശേഷലോകം ഈ ലോകത്തെ മുഴുവൻ, ഋഷ അരിശം കൊണ്ട്, നരുന്താം തടഞ്ഞു നിർത്തി, നിജവാസസ ജന്മാന്തര വാസനൈ അന്ധൗ അന്ധനായി തീർന്നിരിക്കുന്നു. ഈ ശ്ലോകത്തിൽ ആ ഹിരണ്യ എന്ന് പറയുന്ന ആദ്യ നാമം വരുന്നതായ രണ്ട് നാമങ്ങൾ, അതായത് ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും. സോ ഹിരണ്യകശിപു രണ്ടുപേരും കാശ്യപന്റെ പുത്രന്മാരായി ഇരട്ടകളായി ജനിക്കുന്നു. അങ്ങനെ അവർ ആ ഭഗവാൻ എന്ന നാഥൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ എങ്ങനെയാണോ സംരക്ഷിച്ചു പോകുന്നത്, എന്നാൽ ഈ രണ്ട് പുത്രന്മാർ അതിൽ നിന്നും അരിശം കൊണ്ട് ആ ഭഗവാനെ തന്നെ തടഞ്ഞു നിർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ വരികയും ആ ജന്മാന്തര വാസന അവരെ ഇല്ലാതാക്കി അന്ധന്മാരാക്കി തീർക്കുകയും ചെയ്തു. അപ്പോൾ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും അസുരന്മാരായി, വളരെ ക്രൂരന്മാരായി ജനിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഹിരണ്യപൂർവകശിപു കിലൈകൈഃ പുരോ ഹിരണ്യാക്ഷ ഇതി പ്രതീതഃ ഉഭൗ ഭവന്നാദം അശേഷലോകം ഋഷാന്യരുന്ധാം നിജവാസനാഥൗ. ശ്രീഹരേ നമഃ, ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. താങ്ക് യു.